എനിക്ക് രണ്ടാമതൊരു കുഞ്ഞു ഉണ്ണിയുണ്ട്. മൂപ്പരാളെ എല്ലാ ദിവസവും 1 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. 2 മണി 3 മണി 4 മണി വരെ ഭയങ്കര കരച്ചിലാണ്. എന്തിനാണെന്നറിയില്ല, ഉറങ്ങില്ല, അന്ന് എടുത്ത് നടന്ന കരച്ചിലൊന്നും നിർത്തില്ല. അങ്ങനെ എനിക്ക് തോന്നി ആത്മാഭിഷേക മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. തലയിൽ വെച്ചിട്ട് ഞാൻ ഒരു ദിവസം ചെല്ലിയുള്ളൂ. ആ ചെല്ലി അപ്പം തന്നെ കുട്ടി കണ്ണടച്ചിട്ട് നന്നായി കിടന്നുറങ്ങി. പിന്നെ ഇന്നേ വരെ 1 മണിയാകുമ്പോൾ എണീറ്റിട്ടില്ല. രാത്രി ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലെ 6 മണി അല്ലെങ്കിൽ 5:30 സമയത്ത് എണീക്കുള്ളൂ. എന്നും മുടങ്ങാതെ ഞാൻ തലയിൽ വെച്ചിട്ട് ഈ പ്രാർത്ഥന ചൊല്ലിയിരുന്നു. ഉറങ്ങുന്നതിൻ്റെ തലയണയുടെ അടിയിലും ഈ കാർഡ് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നേ വരെ പിന്നെ ഉറക്കത്തുനിന്ന് എണീക്കുകയോ കരയുകയോ ചെയ്തിട്ടില്ല. ആത്മാഭിഷേക മാതാവിന് പ്രത്യേകം നന്ദി. വേറെ 1-2 അത്ഭുതം കൂടിയും ഇവിടെ പറയാനുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ലൈവില് ഒരു ചേച്ചി ഞാൻ പറഞ്ഞ ആത്മാഭിഷേക മാതാവിൻ്റെ പടം വെച്ച് ഞങ്ങൾക്ക് തരും, വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് വഴിയായിട്ട് നടക്കും. അപ്പോൾ ഈ ചേച്ചിക്കൊരു സംശയം. അപ്പോൾ ചേച്ചി ഇത് ചോദിച്ചാൽ ചേച്ചിയുടെ പേര് ഞാൻ പറയാം, അവസാനം പറയാം ആരാന്നുള്ളത്. ചേച്ചി മൈസൂർ ആയതുകൊണ്ടാണ് ഇവിടെ സാക്ഷ്യം പറയാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ ഈ ഓൺലൈൻ ലൈവിൽ പറഞ്ഞപ്പോൾ ചേച്ചിയുടെ സംശയം, അങ്ങനെയാണെങ്കിൽ ഗാഗുലത്തിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഓയിലിൻ്റെ ഒരു പാത്രമുണ്ട്. ആ ഓയിലിൻ്റെ പാത്രം മൊത്തം തേച്ച് കഴിഞ്ഞ് പിന്നെ ചേച്ചിയാണെങ്കിൽ ബൈബിൾ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് അതിലൊരു ബെന്നി ബ്രദർ ഞങ്ങളുടെ ഭാഗത്തുള്ളതാണ്. ബ്രദർ ഒരു വീടിൻ്റെ അനുഭവം പറഞ്ഞു. ഒരു വീട്ടിൽ മണ്ണെണ്ണ തീർന്നു പോയി. ഒരു മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞങ്ങളുടെ വീട്ടിൽ മണ്ണെണ്ണയിൽ കാശ് വാങ്ങാൻ ബുദ്ധിമുട്ട്, ഒരു പാവപ്പെട്ട വീടാണ്. അങ്ങനെ നോക്കുമ്പോൾ മണ്ണെണ്ണ അത് വർദ്ധിച്ചു വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചേച്ചി ഇതുകൂടിയും കണ്ടിട്ട് വായിച്ചിട്ട് ചേച്ചി പറഞ്ഞു, ഈ കുപ്പി ചെറിയ കുപ്പിയാണ്, ഇത്രയാണ് ഈ കുപ്പി. ആത്മാഭിഷേക മാതാവിൻ്റെ പടത്തിൻ്റെ കുഞ്ഞ പടത്തിന് മുമ്പിൽ, നമ്മൾ കൊടുക്കുന്ന പടത്തിന് മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ആത്മാഭിഷേക മാതാവേ അച്ഛൻ പറഞ്ഞതുപോലെയാണെങ്കിൽ അത്ഭുതം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ചേച്ചി കാര്യമൊക്കെ മറന്നു. പണിയെടുത്ത് കഴിഞ്ഞ് വൈകിട്ട് വന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ മുഴുവൻ കാലിയായിട്ട്. മോൻ മുഴുവൻ എണ്ണ എടുത്ത് അയച്ച്, മോൻ ജോലിക്ക് പോകുമ്പോൾ എണ്ണ വെച്ചിട്ട് പോവാം. ഓയില് വീണ്ടും ആ കുപ്പി പകുതിയിലധികം ഓയില് വന്നു. ഒത്തിരി സുഗന്ധം ഉണ്ടായി. നമുക്ക് കരങ്ങളടിച്ച് ആത്മവിഷമ പ്രത്യേകമായിട്ട് നന്ദി പറയാം. ഈ ചേച്ചി ആരാൻ ചോദിച്ചാലേ നമ്മുടെ കിച്ചണിലുള്ള ഫ്രണ്ട്സ് ചേട്ടൻ അറിയോ, ഭക്ഷണം വെള്ളമാന്നൊക്കെ എന്ത് സഹായിക്കുന്ന ഒരു ഫ്രാൻസ് ചേട്ടൻ ഇന്ന് വന്നിട്ടില്ല. പാലിരുന്ന് വരുന്ന CD ഫ്രാൻസ് ചേട്ടൻ. ആ ചേട്ടൻ്റെ പെങ്ങള് വാഗയിൽ താമസിക്കേണ്ട, ഇപ്പോൾ മോൻ്റെ അടുത്ത് മൈസൂരാണ്, ലൗസി എന്ന പേര്. അവിടെയാണ് ഒരു അത്ഭുതം ഉണ്ടായത്. പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ഒരു അത്ഭുതം പറയാമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ തന്നെ പറയാം. ഞാൻ ഏകദേശം 1 മാസം മുമ്പ് ഒരു ഡോക്ടറുടെ കാര്യം പറഞ്ഞിരുന്നു. 5-ാം മാസം സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചി മെൻ്റൽ ആയിട്ടുള്ള ലക്ഷണങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ MD ഓൺകോൾ ഡോക്ടറാണ്. ഇവിടെ വന്ന് ഒത്തിരി കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു ആത്മവിഷയം അതിന് പ്രാർത്ഥന വയറും വെച്ച് ചൊല്ലിക്കോ. വീണ്ടും കഴിഞ്ഞ 2 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പായിട്ട് ഏകദേശം സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ മാറി. സാധാരണ ലെവലിലേക്ക് ആ കുഞ്ഞ് പൂർണ്ണ വളർച്ചയെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. രണ്ടിൻ്റെയും മെഡിക്കൽ റിപ്പോർട്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ അനുഭവപ്പെട്ടു. പത്മാപേക്ഷ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ, അഭിഷേകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുണ്ട്. ഇനിയും